തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ അഡ്വഞ്ചർ പാർക്കിൽ വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. LED സ്ക്രീനിന്റെ സഹായത്തോടെ ചില്ല് പൊട്ടുന്ന പ്രതീതി സൃഷ്ടിക്കുന്ന തരത്തിലാണ് ചൈന മാതൃകയിലുള്ള കണ്ണാടിപ്പാലം നിർമ്മിക്കുന്നത്. 50% നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ഇരുമ്പ് തൂണുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പണികളാണ് നടക്കുന്നത്. 3 തൂണുകളാണ് പാലത്തിനായി നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യത്തെയും രണ്ടാമത്തെയും തൂണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജോലികൾ പൂർത്തിയായി. ഗ്ലാസ് സ്ഥാപിക്കൽ അടുത്ത മാസം ആദ്യത്തോടെ പൂർത്തീകരിക്കും. പാലത്തിൽ കൃത്രിമ മഞ്ഞും മഴയും പെയ്യിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. എല്ലാ ജോലികളും പൂർത്തിയാക്കി പ്രണയദിനമായ ഫെബ്രുവരി 14 ഉദ്ഘാടനം ചെയ്യാനാവുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. അതിസാഹസികർക്ക് ആസ്വാദികരമായ രീതിയിലാണ് കണ്ണാടിപ്പാലം നിർമ്മിക്കുന്നത് എന്ന് നിർമ്മാണ കമ്പനിയുടെ പ്രതിനിധികൾ പറഞ്ഞു. സഞ്ചാരികളെ രസിപ്പിക്കാനായി ചില്ലുപാലത്തിലൂടെ നടക്കുമ്പോൾ വിള്ളൽ വീഴ്ത്തി ചില്ലുപാളികൾ തകരുന്നതുപോലെയുള്ള ശബ്ദമുണ്ടാക്കുക, പാലത്തിൽ കൃത്രിമ മഞ്ഞും ചാറ്റൽ മഴയും ഉണ്ടാക്കുക തുടങ്ങി വിദേശങ്ങളിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒട്ടേറെ കൗതുകങ്ങൾ പാലത്തിൽ ഉണ്ടാകും. സംസ്ഥാനത്തെ ചില്ലുപാലങ്ങളിൽ ഏറ്റവും വലുതാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ആക്കുളം ടൂറിസം വില്ലേജിലെ വെള്ളച്ചാട്ടം മുതൽ എയർഫോഴ്സ് മ്യൂസിയം വരെയാണ് പാലം. ടൂറിസ്റ്റ് വില്ലേജിലെ അഡ്വഞ്ചർ പാർക്കിൽ 75 അടി ഉയരത്തിലാണ് ചില്ലുപാലത്തിന്റെ നിർമ്മാണം. 52 അടി നീളമുണ്ട്. പാലത്തിന് താഴെയുള്ള വെള്ളച്ചാട്ടത്തിൽ ലൈറ്റും കൂടുതൽ സൗകര്യങ്ങളും നൽകി നവീകരിക്കും. ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ടൂറിസ്റ്റ് വില്ലേജിലുള്ള വ്യോമസേന മ്യൂസിയം അടക്കമുള്ള കാഴ്ചകൾ ആസ്വദിക്കാം. പാലത്തിൽ കയറാൻ പ്രവേശന നിരക്ക് ഈടാക്കും. നിരക്ക് എത്രയെന്നത് വൈകാതെ പുറത്തുവിടും. 20 പേർക്ക് ഒരേ സമയം പാലത്തിലേക്ക് പ്രവേശിക്കാം. ഗ്ലാസ് ബ്രിഡ്ജ് യാഥാർത്ഥ്യമാകുന്നതോടെ ആക്കുളത്തെ പുതിയ ആകർഷണമായി ഇത് മാറും. ഇതോടെ ആക്കുളത്തേക്ക് കൂടുതൽ സന്ദർശകർ എത്തുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ കണക്കുകൂട്ടൽ. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രണേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമാണ് പാർക്കിന്റെ നടത്തിപ്പും പരിപാലനവും. 2022 നവംബറിലാണ് ആക്കുളം സാഹസിക വിനോദസഞ്ചാര പദ്ധതിയുടെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തത്. 2ാം ഘട്ട പദ്ധതികളുടെ ഭാഗമായാണ് പാലം വരുന്നത്. പുതുവത്സരത്തിൽ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് ഉദ്ദേശിച്ചത് എങ്കിലും നിർമ്മാണം ഉദ്ദേശിച്ച സമയത്ത് പൂർത്തീകരിക്കാത്തതിനാൽ അതിന് സാധിച്ചില്ല. നിലവിലെ രീതിയിൽ ഫെബ്രുവരി 14 തന്നെ ചില്ലുപാലം തുറന്ന് പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. മന്ത്രി PA മുഹമ്മദ് റിയാസാണ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക.